ഹലോ വെൽക്കം ബാക്ക് ടു JP വ്ലോഗ്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 9th എപ്പിസോഡിൻ്റെ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോ തുടങ്ങിയത് തന്നെ നമ്മുടെ ജിൻഡു മല്ലയ്യ കുറേ ഭയങ്കര സങ്കടത്തിലാണ്. രതീഷേട്ടൻ പോയതിൻ്റെ സങ്കടം അങ്ങനെ ഫേക്കായിട്ട് തോന്നിയില്ല കേട്ടോ, നല്ല ജെന്യുവൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിട്ടാണ് തോന്നിയത്. ആ ഒരു വീട്ടിൽ രതീഷേട്ടന് ഇഷ്ടമുള്ള ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡു ബ്രോ ആണ്. അപ്പോൾ ജിൻഡു ബ്രോനെ റോക്കി സമാധാനിപ്പിക്കുന്നുണ്ട്. എടാ വിഷമിക്കണ്ട, ഞാനുണ്ടടാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗബ്രി ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്, ഞാൻ പവർ ടീം ഒന്ന് ഒഴിയുകയാണ് എന്ന് പറഞ്ഞിട്ട്. നിനക്ക് പവർ വേണ്ടെന്നാണ് നിങ്ങൾ നോക്കി. നിനക്ക് പവർ വേണ്ട. അത് കേട്ടപ്പോൾ നമ്മളെല്ലാം മനസ്സിൽ ലഡുപൊട്ടി. എന്നുവെച്ചാൽ പവർ ടീമിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പുള്ളിനെ ഇനി നോമിനേറ്റ് ചെയ്യാം. ഇനി മറ്റാരെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആരെങ്കിലും ആ ഒരു ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ കളി മാറുമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു ആ ഒരു ഇത് കേട്ടപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാൻ ഇതിൽ നിന്ന് മാറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കേട്ടോണേ എന്താ പറയുന്നതെന്ന്. ജാസ്മിൻ അല്ല, എനിക്ക് അർഹിക്കുന്നു തോന്നുന്നു ഒരാൾക്ക് കൊടുക്കും. ജാസ്മിൻ അല്ല, മറ്റാരെങ്കിലും ഞാൻ മാറി അങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നാണ് ഗബ്രി പറഞ്ഞത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അപ്രതീക്ഷിതമായിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. പവർ ടീമിൻ്റെ പെർഫോമൻസ് ഒന്നും കൊള്ളാത്തത് കൊണ്ട് ഇതുവരെയുള്ള ടീമിലെ അംഗങ്ങളെ റാങ്ക് ചെയ്തിട്ട് റാങ്കിങ്ങിൽ ഏറ്റവും പുറകിൽ ഉള്ള ആൾ മാറിയിട്ട് പുതിയൊരാൾ ഉള്ളിലോട്ട് വരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ഗബ്രി തലേന്ന് പറഞ്ഞതൊക്കെ മറന്നു കേട്ടോ. പിന്നെ ഇനി അത് പുതിയ ആളെ കൊണ്ടുവരാനായിട്ട് മറ്റു ടീമിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്യണം. അപ്പോൾ ജാസ്മിൻ്റെ ടീമിൽ നിന്ന് ഒബ്വിയസ്ലി ജാസ്മിൻ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ജാസ്മിൻ്റെ അതിലോട്ട് വരാനുള്ള കഴിവിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മേ ബി ഇവിടെയുള്ള ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളാണ് ഒരു സാധനം ജയിക്കാത്തത്. നിങ്ങളുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു ഇത് കിട്ടാണ്ട് നിങ്ങളുടെ തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ ടീമിൽ പൊട്ടിയത്. ഇത് കേട്ടപ്പോൾ ജിൻഡു ബ്രോയുടെ റെസ്പോൺസ് കേട്ടപ്പോൾ സത്യത്തിൽ ചിരി വന്നു കേട്ടോ. ആക്ച്വലി അവരുടെ ടീമിൽ നിന്ന് ജാസ്മിൻ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പത്തെ ചാലഞ്ച് ടാസ്ക്, മറ്റേ പവർ ടീം ചാലഞ്ച് ടാസ്കിലൊക്കെ ഇവർ രണ്ടുപേരും രതീഷിനെയും ജിൻഡോയെയും വാ തുറക്കാൻ സമ്മതിക്കാതെ ജാസ്മിനാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവരെന്തെങ്കിലും വാ തുറന്ന മണ്ടത്തരമാണ് പറയാന്നുള്ളത് കൊണ്ടായിരിക്കും ജാസ്മിൻ മാത്രമാണ് ആ ഒരു റൗണ്ടിലൊക്കെ സംസാരിച്ചത്. അപ്പോൾ സംഭവം ജാസ്മിനാണ് പെർഫോം ചെയ്തതെങ്കിലും ഈ ഒരു സമയത്ത് ജിൻഡോ ബ്രോ ഇത് പറഞ്ഞപ്പോൾ സത്യത്തിൽ ചിരി വന്നു. കാരണം ജാസ്മിൻ ക്ലിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ജാസ്മിൻ, സിജോ, ഋഷി ഈ 3 പേരെയാണ് മറ്റുള്ള ടീമുകൾ സെലക്ട് ചെയ്തത്. ഇനി ഈ 3 പേരിൽ നിന്ന് ഒരാളെ പവർ ടീമിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ചർച്ച പവർ ടീമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗബ്രി വളരെ പ്ലാൻഡായിട്ട് ജാസ്മിൻ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സിജോ പാർഷ്യലാണ്, സിജോ വന്നാൽ പവർ മിസ്യൂസ് ചെയ്യും, പക്ഷേ ജാസ്മിൻ പാർഷ്യൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്സരയും യമുനയും അങ്ങനെ രണ്ടുപേരും ശ്രീരേഖയോ അങ്ങനെ രണ്ടുപേരെങ്ങാനും സിജോനെ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ജാസ്മിനെ പറഞ്ഞ കാരണം ജാസ്മിൻ പവർ ടീമിലോട്ട് വന്നു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ടല്ലോ, ചിലപ്പോൾ സിജോ വന്നാലായിരിക്കും കുറേയും കൂടെ പവർ ടീം ബെറ്റർ ആവുക. പക്ഷേ ആ ഒരു സമയത്ത് ഈ 3 പേര് സംസാരിച്ചതിൽ, ഋഷി, ജാസ്മിൻ, സിജോ സംസാരിച്ചതിൽ എനിക്ക് ജാസ്മിനെയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. ആ 3 പേരുടെ സംസാരത്തിൽ, അതായത് ആരാണ് അതിലോട്ട് വരാൻ ഡിസേർവിങ് എന്ന് പറഞ്ഞതിൽ ജാസ്മിൻ പറഞ്ഞതാണ് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത്. സോ ആ ഒരു ഇതിൽ എനിക്ക് ജാസ്മിൻ പവർ ടീമിൽ വന്നത് തന്നെയാണ് ബെറ്ററായിട്ട് തോന്നിയത്. അങ്ങനെ പവർ ടീമിൽ വന്നു. പിന്നെ അടുത്ത ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരാളെ ഇനി പവർ ടീമിന് ഡയറക്റ്റ് നോമിനേഷൻ, അപ്പോൾ ഇനി ഒരാളെ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചർച്ച പവർ ടീമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള ചർച്ച തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജാൻമണി പറഞ്ഞത് ജിൻഡോ ബ്രോ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ജിൻഡോ ബ്രോ ഇവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാൻമണി പറഞ്ഞത് ജിൻഡോ ബ്രോ ആണ്. പക്ഷെ അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല കേട്ടോ. ജിൻഡോ ബ്രോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, സ്ത്രീകളോടുള്ള അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ജിൻഡോ ബ്രോ നോമിനേഷൻ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ആഴ്ച എനിക്ക് അതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും വന്നതായിട്ട് ഓർമ്മയില്ല. പിന്നെ പുള്ളി അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ ജാൻമണി വെറുതെ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഗബ്രിയും ജാസ്മിനും കൂടി പറഞ്ഞ പേര് ഋഷിയാണ്. അപ്പോൾ അത് അവർ നന്നായിട്ട് ഗെയിം കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം
അവരതിൽ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഗെയിം കളിക്കുന്നത്. അതായത് ഋഷി അത്യാവശ്യം നല്ല വീക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഋഷിനെ മിക്കവാറും ആരും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഋഷി നോമിനേഷനിൽ വരും. അതാണ് അവർ കണ്ട ന്യായം. അതിന് ചിലപ്പം അവർക്ക് പേഴ്സണൽ റീസൺസും കാണാം, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഇതൊരു വാലിഡ് റീസൺ തന്നെയാണ്. ജിൻഡോ ബ്രോനെ നോമിനേറ്റ് ചെയ്യുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഋഷി തന്നെയായിരുന്നു. പക്ഷെ അതിന് ജാൻമണി ഭയങ്കര സീനുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നു. ഒന്നും വയ്യ, എന്തിനു വേണ്ടി തിളച്ച സാമ്പാറാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവസാനം പക്ഷേ ജാൻമണിയുടെ ജാൻമണി ഭയങ്കരമായിട്ട് ഓവറാക്കി ചളമാക്കിയത് കാരണം ഇവർ ജിൻഡോ ബ്രോനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ എനിക്ക് ജാസ്മിൻ നന്നായിട്ട് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് മൊത്തം പവർ ടീമിൻ്റെ ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ജാസ്മിനാണ് ആക്ച്വലി അത് പറയുന്നത്, ജിൻഡോ ബ്രോനെയാണ് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത്. അതിന് മുമ്പ് ഇവർ രണ്ടുപേരും തല്ലുകൂടിയതുമാണ്. പക്ഷേ ജാസ്മിൻ ഋഷിനെയാണ് സജസ്റ്റ് ചെയ്തതെങ്കിലും ഈ അനൗൺസ് ചെയ്യുന്നത് ജാസ്മിൻ തന്നെയാണ്, ജിൻഡോ ബ്രോനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ടീമിൻ്റെ തീരുമാനം എന്നുള്ള നിലയിൽ വില കൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ജാസ്മിൻ പെരുമാറിയത്. പക്ഷേ നമ്മുടെ ജാൻമണി ഇത് കഴിഞ്ഞിട്ട് നേരെ ഋഷിയുടെ റൂമിൽ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഋഷിനെയാണ് ഇവർ നോമിനേറ്റ് ചെയ്യുന്നത്. അതോടെ ഋഷിയുടെ കിളി പോയി. ഋഷി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടോ. ഋഷി അങ്ങനെ കടന്ന് കരയാണ് റോക്കീൻ്റെ അടുത്തുനിന്ന്. ഇതെന്താണ് ആക്ച്വലി, ഇതെന്തിനാണ് ഇത്രയും കരയുന്നതെന്ന് സത്യത്തിൽ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഒച്ചയൊക്കെ കേട്ട് അമ്മയൊക്കെ ഓടി വന്നു. പിന്നെ അച്ഛൻ ഭാഗ്യത്തിന് ഉറങ്ങിയ കാരണം കാണാൻ പറ്റില്ല. അച്ഛൻ വന്നിട്ട് പറയുന്നത് വേറെ ഒരു പണിയില്ല, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് ചോദിക്കും. എനിക്കറിയില്ല ഋഷിയും ഗബ്രിയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ലൈവ് കാണാറില്ല. എപ്പിസോഡ്സ് കണ്ടതിൽ വെച്ച് അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ്. സോ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു ഗെയിമാണ്. ഏറ്റവും അവരെ മീൻസ് നമുക്ക് പേടിയുള്ള ആളുകളെ പെട്ടെന്ന് പുറത്ത് ചാടിക്കാനാണ് നോക്കുക. അപ്പോൾ അതൊരു നമുക്ക് ഈ ഗബ്രിനെയും ജാസ്മിനും എടുത്തു കഴിഞ്ഞാൽ അവരെ പല ഗെയിംസും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നിയത്. അത് പക്ഷേ അതിന് അവർക്ക് ഒട്ടും സപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ ഋഷി ഭയങ്കരമായിട്ട് പ്രൊവോക്കായി, ഭയങ്കര ഇമോഷണലായി എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ഒരു ജെനുവിൻ ഫീലിംഗ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ വെറുതെ ഫേക്കായിട്ട് ഇമോഷണൽ ആയ പോലെ തോന്നുന്നില്ല. ഇൻഫാക്ട് ഇതുവരെയുള്ള BB എപ്പിസോഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ സീസണിലെ എപ്പിസോഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഈ ഒരു എപ്പിസോഡാണെന്നാണ് എനിക്ക് തോന്നിയത്. നോമിനേറ്റ് ചെയ്യാൻ മുമ്പിൽ വന്ന് ഈ കുത്തറിയാം. പക്ഷേ എനിക്ക് ഇതെങ്ങനെ ചെയ്യാനാ? ശരി, നോമിനേറ്റ് ചെയ്തതിനാണല്ലേ, ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോമിനേറ്റ് ചെയ്തതിനാണോ ഇങ്ങനെ കടന്ന് വാളുണ്ടാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഋഷി അതൊരു ഗബ്രിനെ ഭയങ്കര ഫ്രണ്ടായിട്ട് കണ്ടു. അപ്പോൾ അത് പുറകെ വന്ന് കുത്തിയ പോലെയൊക്കെയാണ് ഋഷി അതെടുത്തത്. അപ്പം അതുകൊണ്ട് ഋഷി ഭയങ്കരമായിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്നു. പക്ഷെ അതിൽ റിയാക്ട് ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷെ അവിടെ ജാസ്മിനെ വളരെ മോശമായിട്ടാണ് ഋഷി ഓരോ വാക്കുകൾ ഉപയോഗിച്ചതൊക്കെ വളരെ മോശമായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ റോക്കിയും ഋഷിയും ഒക്കെ കൂടി ജാസ്മിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു. പേഴ്സണൽ എന്താ പറയുക, ക്യാരക്ടർ അസാസിനേഷനാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ജാസ്മിനെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത്രയും പേര് എതിർക്കുമ്പോഴും ഒറ്റക്ക് നിന്ന് അതിനൊക്കെയും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യന്മാരാണ്. ഇത്രയും ആളുകൾ നമ്മുടെ ഒരു ക്യാരക്ടറിനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാലും വിഷമം വരും. അവസാനം ജാസ്മിൻ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കരച്ചിൽ നാടകമാണെന്നൊക്കെയാണ് പൊതുവെ ആളുകൾ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നാടകമായിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് അത് അവരെ ഭയങ്കരമായിട്ട് അനാവശ്യമായിട്ട് അവരെ എന്താ പറയുക അറ്റാക്ക് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഗെയിമാണ്. അവരവിടെ ഗെയിം മാത്രമേ കളിച്ചിട്ടുള്ളൂ. അവർ നോമിനേറ്റ് ചെയ്തതിന് ഇത്രയധികം എന്താ പറയുക അവരെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഋഷിനെയും കുറ്റം പറയുന്നില്ല. കാരണം ഋഷി ഭയങ്കര ഒരു ഇമോഷണൽ പേഴ്സൺ ആയിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ഒരു പഞ്ചഭാവം മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു ഇടമാണോ ബിഗ് ബോസ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്രയും ഇന്നസെൻറ്റ് ജെന്യുവനായി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഋഷിക്കും അതുപോലെ ഇനിയും അങ്ങോട്ട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് ഋഷിയുടെ ഇന്നലത്തെ ഒരു എന്താ പറയുക ഇങ്ങനെ ട്രിഗർ ആയത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്.
പിന്നെ ഈ ഒരു നോറ എന്ന് പറയുന്ന ക്യാരക്ടറെ കണ്ടസ്റ്റന്റ് ഇടയ്ക്കിടെ വന്നിട്ട് ഇങ്ങനെ ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. വെറുതെ നോറ എന്നുള്ളൊരു എന്താ എവിടെന്നെങ്കിലും ഒന്ന് കേട്ടാൽ അപ്പം തുടങ്ങും, എന്തിനാണ് എന്നെ ഇതിൽ ചാടിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് നോറേനെ ഇപ്പോൾ തോന്നുന്നത്. സോ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൽ എനിക്ക് ജാൻമണിയുടെ ഒരു നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിലും പവർ ടീം എന്ന് പറയുന്നത് അവരൊരു ടീമാണ്. അപ്പോൾ ആ ടീമിലെ ഡിസ്കഷൻ പുറത്തു വന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി. അതിൻ്റെ പേരിലാണ് ഒരു അടിയൊക്കെ ഉണ്ടായത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ജാൻമണിനെ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയാം. കാരണം ആ ഒറ്റൊരു അവരെ അങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക ട്രിഗർ ചെയ്തത് കൊണ്ടാണ് ഋഷി ഇന്നലെ അത്രയും റിയാക്ട് ചെയ്തത്. പിന്നെ അതിനിടയിൽ അപ്സരയും നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. അപ്സരല്ല, സോറി, അൻസിബ. കാരണം ഗബ്രി ജാസ്മിനെ പവർ ടീമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം അവർ റൂമിലിരുന്നുള്ള ഡിസ്കഷൻ അവിടെ അർജുന്, ജിൻഡോ ബ്രോ, റോക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ട്രിഗർ ചെയ്ത് വിടുന്നുണ്ട് ആര്, അൻസിബ. അതായത് രണ്ടുപേരും നോമിനേഷനിൽ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ രണ്ടുപേരും പവർ ടീമിലായി സേഫായി. പിന്നെ എന്താ പറയുക, അവൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പവർ ടീം ഒന്ന് ഒഴിയുകയാണെന്ന്, നന്മ മരം, എന്നിട്ട് എന്താ അവനൊന്നും ഒഴിഞ്ഞില്ലല്ലോ, അവനിപ്പോഴും പവർ ടീമിൽ തന്നെ കിടന്ന് വിലസാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അൻസിബ. നന്നായിട്ട് അൻസിബി ഇന്നലെ ഗെയിം കളിച്ചായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.